ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നേരം വൈകിട്ടാണ് ഈ വീഡിയോ വരുന്നതെന്ന് അറിയാം. കുറച്ച് ബിസി ആയിപ്പോയി. സോ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെർച്ച് ഫംഗ്ഷൻ റെഗുലർ എക്സ്പ്രഷൻ പൈത്തണിൽ ആറി മൊഡ്യൂളിൽ സെർച്ച് എങ്ങനെയാണ് ചെയ്യുക എന്ന് കണ്ടു. അല്ലെ, ആറി ഡോട്ട് സെർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിജക്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു 2-3 മെത്തേഡ്സും കൂടെ കാണാം. എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെഗുലർ എക്സ്പ്രഷൻ മുഴുവൻ പഠിക്കാൻ, പക്ഷേ ഒരു ബേസിക് ഐഡിയ ഇത് വെച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ആറി ഡോട്ട് സെർച്ച് ചെയ്തപ്പം സെർച്ച് എന്താ ചെയ്തത്? സെർച്ച് ഒരു സ്ട്രിങ് മുഴുവൻ നോക്കിയിട്ട് അതിനകത്ത് ഒരു പാറ്റേൺ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും, അല്ലേ? എന്നിട്ട് ഇറ്റ് റിട്ടേൺസ് മാച്ച് ഓബ്ജക്റ്റ്, അതർവൈസ് നൺ. അതാണ് സെർച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേലെ കൊടുക്കേ. ഓക്കെ, സോ മാച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡും കൂടെ ആറി മൊഡ്യൂളിലുണ്ട്. മാച്ച് എന്താണ് ചെയ്യുക വെച്ചാൽ, മാച്ച് ഇവിടെ നോക്കൂ. ഇഫ് സീറോ ഓർ മോർ ക്യാരക്ടേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്ട്രിങ് മാച്ചസ് ദ റിജക്ട്സ് പാറ്റേൺ റിട്ടേൺസ് എ മാച്ച് ഒബ്ജക്റ്റ്. അതായത് ബിഗിനിങ് ഓഫ് ദ സ്ട്രിങ്ങിൽ നമ്മളുടെ പാറ്റേൺ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാച്ച് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നണ്ണ് റിട്ടേൺ ചെയ്യും. ഇതാണെങ്കിൽ ഫുൾ സ്ട്രിങ്ങിൽ എവിടെ പാറ്റേൺ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യും. ഇതാണ് സെർച്ചും മാച്ചും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ആദ്യം ആറി എന്ന് പറഞ്ഞിട്ട് റിജക്ട്സ് മൊഡ്യൂള് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് സോ നമുക്ക് ആദ്യം ഒരു പാറ്റേൺ കൊടുക്കാം. പാറ്റേൺ /w. ഓക്കെ, എൻ്റെ പുതിയ കീബോർഡാണ്, എൻ്റെ സിസ്റ്റം എല്ലാം കേടായിട്ടുണ്ടായിരുന്നു, അതാണ് മൊത്തം കൺഫ്യൂഷനാണ്. ഓക്കെ, 8 എന്ന് കൊടുക്കാം. അതായത് 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വേർഡ് റിട്ടേൺ ചെയ്യാൻ. മുന്നേ നമ്മളിങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ വീഡിയോയിൽ. അതായത് ഇതിൻ്റെ അർത്ഥം ഇത് വേർഡ് ബൗണ്ടറി ആണ് /w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വേർഡ് റിട്ടേൺ ചെയ്യാനുള്ള പാറ്റേൺ ആണ്. ഇനി നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആറി ഡോട്ട് സെർച്ച് എഴുതാം. ഓക്കെ, അതിനകത്ത് നമുക്ക് പാറ്റേൺ കൊടുക്കാം. ആദ്യം കോമ, നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, എന്താ ഒരു സ്ട്രിങ് കൊടുക്കാം. ദിസ് ഈസ് ദ അബ്സ്ട്രാക്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലെറ്റർ ഉള്ളൊരു വാക്കാണ്. എന്നിട്ട് നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പാറ്റേൺസ് അല്ല പാറ്റേൺ ആണ്. കീബോർഡ് കുറച്ച് പണി തരുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്തില്ല. എന്നിട്ട് ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നോക്കൂ, 12 to 20 ഈ സംഗതി മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ സംഗതി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇത് കോപ്പി ചെയ്തിട്ട് Ctrl+A Ctrl+C, നിങ്ങൾ ഓൾട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പുതിയ സെല്ല് വരും. Ctrl+V, എന്നിട്ട് ആറി ഡോട്ട് സെർച്ചിന് പകരം ഞാൻ ആറി ഡോട്ട് മാച്ച് ആക്കുകയാണ്. മാച്ച് ആക്കിയിട്ട് ഇത് റൺ ചെയ്യുമ്പോൾ നോക്കൂ, എന്താണൊന്നും വരുന്നില്ലേ, നണ്ണാണ് വരുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നണ്ണായതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ഔട്ട്പുട്ടിൽ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് അവസാനം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നണ്ണാണ് വരുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ ഈ 8 ലെറ്റർ വേർഡ് ഇതിൽ ഡിറ്റക്റ്റ് ആവുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. ഇപ്പം ഞാൻ ഈ അബ്സ്ട്രാക്റ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് മുമ്പിൽ ഇട്ട് നോക്കാം. ഓക്കെ, Ctrl+V. ഇപ്പം നോക്കൂ, ആ 0 to 8 അത് മാച്ചായി. ഓക്കെ, റിജക്ട്സ് ഡോട്ട് മാച്ച്. സോ അതാണ് മാച്ചും സെർച്ചും. ഫങ്ഷൻസ് രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ്. അതായത് ഈ പാറ്റേൺ ഒക്കെ ചെയ്യുന്നത് ആ ഒരു മാച്ചിങ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാണ്. പക്ഷേ ഇത് ബിഗിനിങ്ങിൽ മാത്രമേ നോക്കുള്ളൂ, ഇത് ഫുൾ സ്ട്രിങ്ങിൽ നോക്കും. ഓക്കെ, നമുക്ക് അടുത്ത മെത്തേഡ് ഫൈൻഡ് ഓൾ എന്നുള്ള മെത്തേഡാണ് ആറി മൊഡ്യൂളിലുള്ളത്. ഫൈൻഡ് ഓൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ മാച്ചും ഫൈൻഡ് ചെയ്യും. ഓക്കെ, മറ്റേതെന്തായിരുന്നു? സെർച്ച് ആദ്യത്തെ ഒക്കറൻസ് ഓഫ് ദ മാച്ച് ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, സെർച്ചും അതെ, മാച്ചും അതെ, ഈ രണ്ടെണ്ണം അതെ. ഈ പാറ്റേൺ, അതായത് 8 ലെറ്റർ വേർഡ് ഇപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടാവും വിചാരിക്കുക. ഒരെണ്ണം കൂടെ കൊടുക്കാം. എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതും ഒരു 8 ലെറ്റർ വേർഡാണ്. സോ ഇത് റൺ ചെയ്താലും ആ ആദ്യത്തെ മാച്ച് മാത്രമേ ഈ സെർച്ചിൽ റിട്ടേൺ ആവുള്ളൂ. പക്ഷേ ഫൈൻഡ് ഓൾ ആവുമ്പോൾ എല്ലാം റിട്ടേൺ ആവും. അതായത് ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണേ, നിങ്ങൾക്ക് ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് സൂം ചെയ്യാം. സൂം. ഓക്കെ, ഫൈൻഡ് ഓൾ കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇത് രണ്ടും റിട്ടേൺ ആവും. പെട്ടെന്ന് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫൈൻഡ് ഓൾ വന്നിട്ട് എല്ലാം റിട്ടേൺ ചെയ്യും, അതായത് ഈ പാറ്റേൺ മാച്ച് ആവുന്ന എല്ലാ സ്ട്രിങ്ങുകളും. സെർച്ച് വന്നിട്ട് ആദ്യത്തെ ഒക്കറൻസ് റിട്ടേൺ ചെയ്യുള്ളൂ, മാച്ചും അതെ, ആദ്യത്തെ ഒക്കറൻസ് റിട്ടേൺ ചെയ്യുള്ളൂ. സോ ഫൈൻഡ് ഓളിൻ്റെ ഒരു എക്സാമ്പിൾ, ടു ഫൈൻഡ്
all 5 character long words in a string. So നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് all 5 character long words in a string ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ 8 character long words ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പം പാറ്റേൺ എഴുതുമ്പോൾ നമ്മൾ /w8 അതായത് വേർഡ് ക്യാരക്ടർ 8 ലോങ് ഉള്ളതെന്ന് എഴുതി. എന്നിട്ട് അതിന് പകരം 5 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ആക്കി. എന്നിട്ട് നമ്മൾ ഈ സാധനം തന്നെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറെ എണ്ണം കൊടുക്കാം. 5 എണ്ണം ഉള്ളതല്ലേ. അപ്പോൾ ഐ സോ ടൈഗർ ആൻഡ് സീബ്ര എന്ന് കൊടുക്കാം. ഓക്കെ, സോ 5 ലെറ്ററുള്ള വേർഡ്സ് ആണ് ഇതെല്ലാം. ബാക്കി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, സെർച്ച് നമ്മൾ മാറ്റിയില്ല. അതിന് ഫൈൻഡ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ ടൈഗറും സീബ്രയും വന്നു. ഓക്കെ, പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ വെറുതെ 5 എണ്ണമുള്ള വേർഡ്സ് മാച്ച് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ ടൈഗേഴ്സ് എന്ന് കൊടുത്താലും ടൈഗർ മാത്രം എടുത്തിട്ട് അത് മാച്ച് ആവും. ഓക്കെ, സോ ഈ പാറ്റേണിൽ നമുക്ക് ഈ കറക്റ്റ് വേർഡ് തന്നെ വരണമെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. ഓക്കെ, അതായത് നമ്മളിവിടെ വേർഡ് ബൗണ്ടറി കൊടുക്കണം. ഓക്കെ, അതായത് അതിനെ നമ്മൾ /b ഇപ്പുറത്തും ഓരോ /b എന്ന് കൊടുക്കണം. അപ്പോൾ വേർഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ ബൗണ്ടറിയാണ്. അതായത് വേർഡ് ബൗണ്ടറി ഇതെന്താണെന്ന് വായിച്ചു നോക്കാം. ഇസ് എ പൊസിഷൻ ദാറ്റ് ഇസ് എയ്തർ പ്രിസീഡഡ് ബൈ എ വേർഡ് ക്യാരക്ടർ ആൻഡ് നോട്ട് ഫോളോഡ് ബൈ വൺ. ഓക്കെ, അതായത് ഒരു വേർഡ് ക്യാരക്ടർ അതിന് മുന്നേ വരും, എന്നിട്ട് അതിന്റെ ശേഷം വരില്ല. അല്ലെങ്കിൽ ഓർ ഫോളോഡ് ബൈ എ വേർഡ് ക്യാരക്ടർ ആൻഡ് നോട്ട് പ്രിസീഡഡ് ബൈ വൺ. അതായത് അതിന്റെ ശേഷം ഒരു വേർഡ് ക്യാരക്ടർ വരും, പക്ഷെ മുന്നേ വരില്ല. അതായത് ഈ അറ്റം. ഓക്കെ, ഇതാണ് വേർഡ് ബൗണ്ടറിന്റെ പൊസിഷൻ. അതായത് ഇതിന് മുന്നേ ഒരു വേർഡ് ക്യാരക്ടർ ഇല്ല, ഇവിടെ വൈറ്റ് സ്പേസ് ആണ്, പക്ഷെ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എ വേർഡ് ക്യാരക്ടർ എസ് എന്നുള്ളത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഭാഗവും വേർഡ് ബൗണ്ടറി ആണ്. അതായത് ഒരു വേർഡ് അവസാനിക്കുന്ന സ്ഥലം, അതിന്റെ പിന്നിലൊരു ക്യാരക്ടർ ഉണ്ട്, അതിന് ശേഷം ഒരു ക്യാരക്ടർ ഇല്ല, വേർഡ് ക്യാരക്ടർ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ വൈറ്റ് സ്പേസ്. സോ നമ്മുടെ വേർഡിന്റെ 2 വശവും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ബൗണ്ടറീസ് ഉപയോഗിക്കാൻ പറ്റും, വിച്ച് ഇസ് /b. ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഉത്തരം തന്നെ വരും, പക്ഷെ ടൈഗേഴ്സ് വരില്ല. ഇപ്പൊ നമ്മളുടെ ടൈഗേഴ്സ് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ടൈഗർ വരില്ല. അപ്പൊ കറക്റ്റ് 5 ലെറ്റർ വേർഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വേർഡ് ബൗണ്ടറിയും കൂടെ ഉപയോഗിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ടൈഗേഴ്സ് കൊടുത്താലും നമ്മൾ വേർഡ് ബൗണ്ടറി കൊടുത്തില്ലെങ്കിൽ വരും. കാരണം എന്താ, ഈ ടൈഗേഴ്സിന്റെ ഇത് മാത്രം മാച്ച് ആവും. ഓക്കെ, ഈ ഒരു പാറ്റേൺ, അതായത് ഒരു വേർഡ് ക്യാരക്ടർ വിച്ച് ഇസ് 5 character long. 5 character long ലെങ്ത്തിൽ ഏതെങ്കിലും വേർഡ് ക്യാരക്ടേഴ്സ്, അതായത് TIGER വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അത് റിട്ടേൺ ആവും. പക്ഷേ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതിന് മുന്നേ ഒരു വേർഡ് ബൗണ്ടറി വരണം, ഇതിന് പിന്നെ ഒരു വേർഡ് ബൗണ്ടറി വരണം. അതായത് അതിന് മുന്നേ ഒരു സ്പേസോ പിന്നെ ഒരു സ്പേസോ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഓക്കെ, നോക്കൂ, ഇത് ഈ റിജക്ട്സ് ഒക്കെ പല രീതിയിൽ എഴുതാം കേട്ടോ. ഇത് ഒരു രീതി മാത്രമാണ്. നിങ്ങൾക്ക് ആ ചീറ്റ് ഷീറ്റിലെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് സ്പേസ് കൊടുത്തിട്ട് /s കൊടുത്തിട്ട് ഒക്കെ എഴുതാം. അപ്പോൾ പല പല കോമ്പിനേഷനിൽ പല രീതിയിലും നമുക്ക് ഔട്ട്പുട്ട് വരുന്ന പോലെ എഴുതാൻ പറ്റും. ഓക്കെ, വേർഡ് ബൗണ്ടറി /s പലതും ഉപയോഗിച്ചിട്ട് എഴുതാം എന്ന് കാര്യം. ഓക്കെ, അതുപോലെ തന്നെ 3 to 5 ടു ഫൈൻഡ് ഓൾ 3, 4, 5 character long words in a string ആണ് അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം. ഓക്കെ, അതായത് 3 to 5 വരെ ലെങ്ത്തുള്ള വേർഡുകളെല്ലാം റിട്ടേൺ ചെയ്യാൻ. അത് നമുക്ക് അറിയാലോ, റേഞ്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ Ctrl+A, Ctrl+C, Ctrl+V, അത് എളുപ്പമാണ്. ഇവിടെ 3,5 എന്ന് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ടൈഗർ ആൻഡ് ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആൻഡ് സീബ്ര. ഞാനൊരു ആൻഡും കൂടെ ആഡ് ചെയ്യണേ. ഗ്രാമറൊന്നും നിങ്ങൾ നോക്കരുത്. ലയൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, സോ ആൻഡ് സീബ്ര ലയൺ എല്ലാം വന്നു. 2 ആൻഡ് ഉണ്ട്, അപ്പോൾ 2 വന്നു. ഓക്കെ, സോ ഇത് 3 to 5 എല്ലാ വാക്കുകളും റിട്ടേൺ ചെയ്യും. അഗൈൻ ഞാൻ വേർഡ് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്. വേർഡ് ബൗണ്ടറി കൊടുത്തുകൊണ്ടാണ് ടൈഗേഴ്സ് വരാത്തത്. അപ്പോൾ നമ്മൾ ആ S ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈഗറും കൂടെ വരും. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഓളിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ കാണാം. അതായത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് ഓൾ വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് A or E ഇൻ എ ഗിവൻ സ്ട്രിങ്. സോ നമുക്ക് ആദ്യം പാറ്റേൺ എഴുതാം. നമ്മുടെ റോ സ്ട്രിങ്. ഓക്കെ, അതിനകത്ത് നമുക്ക് എല്ലാ വേർഡ്സും ആണ് വേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ വേർഡ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേർഡ് ബൗണ്ടറി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ഒരു വേർഡിൻ്റെ ഉള്ളിൽ എയും ഇയും ഉണ്ടെങ്കിൽ അതൊക്കെ റിട്ടേൺ ആവും. ഓക്കെ, നമുക്ക് ആ വേർഡ് ബൗണ്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എയോ ഇയോ ഉള്ളതാണ് വേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വേർഡ് ബൗണ്ടറി കൊടുക്കുന്നത്. ഒരു ബ്രാക്കറ്റിനകത്ത് ഓക്കെ കൊടുക്കാം A
ഫോളോഡ് ബൈ സം വേർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അവിടെ ഒരു സ്റ്റാർ കൊടുക്കാം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? 0 or more എന്നാണ് അർത്ഥം. അതായത് എ ഉണ്ടാവണം. അയ്യോ, ഞാൻ എ ഇട്ടില്ല. എ ഉണ്ടാവണം, എന്നിട്ട് 1 or more വേർഡ് ക്യാരക്ടേഴ്സ്, 0 or more വേർഡ് ക്യാരക്ടേഴ്സ്. അതായത് നമ്മൾ ഐ ആം എന്ന് പറയുകയാണെങ്കിൽ ആ എയും കൂട്ടണം. ഓക്കെ, എനി വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് എ ഓർ ഇ ആണ്. അപ്പോൾ എ എന്ന് മാത്രം ഉണ്ടെങ്കിൽ അതും കൂട്ടണം. അതുകൊണ്ടാണ് നമ്മൾ 0 or more കൊടുക്കുന്നത്, 1 or more കൊടുക്കാണ്ട്. എന്നിട്ട് ഓർ, ഓക്കെ, ഇ, എന്നിട്ട് അതിൻ്റെ കൂടെ 1 or more, 0 or more കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എയോ ഇയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ക്യാരക്ടേഴ്സ് എഴുതാനുള്ള റിജക്ട്സ്. അഗൈൻ ഞാൻ പറയാണ്, പല രീതിയിൽ നിങ്ങൾക്ക് റിജക്ട്സ് എഴുതാം. ഓക്കെ, ഇതിനുള്ള പാറ്റേൺ എഴുതാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ re.findAll കൊടുക്കുകയാണ്. ഫൈൻഡ് ഓൾ, അതിനകത്ത് എന്താ കൊടുക്കുക? നമ്മുടെ പാറ്റേൺ. ഓക്കെ, എന്നിട്ട് ഒരു സ്ട്രിങ് കൊടുക്കണം അല്ലെ? സ്ട്രിങ് നമുക്ക് എന്താ കൊടുക്കുക? ഐ കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് നമ്മൾ എന്താ കൊടുക്കുക? അതിന് താഴെ വന്നിട്ട് ഐ ആം ഗോയിങ് ടു യൂറോപ്പ് ഫോർ വെക്കേഷൻ കൊടുക്കാം. ഓക്കെ, യൂറോപ്പ് ഞാൻ ക്യാപിറ്റൽ അല്ല, സ്മോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാച്ച് ആവും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആമും യൂറോപ്പും മാച്ചായി. ഓക്കെ, ഇ വെച്ച് തുടങ്ങുന്നതും ആം എ വെച്ച് തുടങ്ങുന്നതും. ഓക്കെ, ഇനി ഞാനിവിടെ യൂറോപ്പ് ക്യാപ്സിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ യൂറോപ്പ് മാച്ച് ആവില്ല, കാരണം കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? എന്തായിരുന്നു, ഒരു ആർഗ്യുമെൻറ്റും കൂടെ കൊടുക്കാം. re.capsൽ ഇഗ്നോർ കേസ് എന്ന് കൊടുക്കാം. ഓക്കെ, അത് റിജക്ട്സിലുള്ളതാണ്. അങ്ങനെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേസസ് ഇഗ്നോർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ആം എന്നുള്ളത് ഇവിടെ എന്ന് കൊടുത്താൽ അതും വരും. ഓക്കെ, ആമും യൂറോപ്പും എവിടെ ഞാൻ എന്ന് കൊടുത്തത്? അപ്പോൾ നിങ്ങളിവിടെ ആം എന്നുള്ളത് ക്യാപിറ്റൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും വരും. ഓക്കെ, സോ ഇങ്ങനെ re.ignore കേസ് കൊടുത്താൽ കേസ് ഇഗ്നോർ ആവും. ഓക്കെ, സോ അങ്ങനെയാണ് ഫൈൻഡ് ഓൾ വർക്ക് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ഓൾ വിൽ റിട്ടേൺ ഓൾ ദ മാച്ചിങ് പാറ്റേൺസ്. ഓക്കെ, സെർച്ച് സ്ട്രിങ്ങും പോലെ അല്ലാണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. re.sub എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡും കൂടെ, വിച്ച് വിൽ ഡു സബ്സ്റ്റിറ്റ്യൂഷൻ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ഓക്കെ, ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റീപ്ലേസ് ഓൾ ഒക്കറൻസസ് ഓഫ് സ്പേസ്, കോമ ഓർ ഡോട്ട് വിത്ത് എ കോളൻ. അതായത് ഒരു വേർഡിലോ ഒരു സ്ട്രിങ്ങിലോ ഒക്കെ സ്പേസ്, കോമ, ഡോട്ട് ഇത് മൂന്നും വരികയാണെങ്കിൽ അതിനെയൊക്കെ ഒരു കോളൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു പാറ്റേൺ എഴുതാം. ആദ്യം നമ്മുടെ പാറ്റേൺ ഇസ് ഈക്വൽ ടു, ഓക്കെ, റോ സ്ട്രിങ് ആയിട്ട്, ഓക്കെ, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എഴുതാൻ പോകുന്നത്. സോ നമുക്ക് ബ്രാക്കറ്റ്സിനകത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോമ, കുത്ത്, അതുപോലെ തന്നെ വൈറ്റ് സ്പേസിനെ സൂചിപ്പിക്കാൻ നമുക്ക് /s കൊടുക്കാം. അതാണ് വൈറ്റ് സ്പേസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? re.sub സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മുടെ മെത്തേഡ്. അതിനാണ് re.sub. ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാ വെച്ചാൽ ആദ്യം നമ്മൾ പാറ്റേൺ കൊടുക്കണം, എന്നിട്ട് എന്ത് വെച്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. നമുക്കിവിടെ കോളൻ വെച്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ സ്ട്രിങ് കൊടുക്കണം. സോ സ്ട്രിങ്ങിന് നമുക്ക് ഒരു വാക്ക് കൊടുക്കാം തൽക്കാലം. s, h, ഒരു വാക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഷാഡോ എന്നുള്ളൊരു വാക്ക് കൊടുക്കണം. അപ്പോൾ s ഇട്ടു, ഒരു സ്പേസ് ഇട്ടു, പിന്നെ ഒരു h ഇട്ടു, പിന്നെ ഒരു കോമ ഇട്ടു, പിന്നെ ഒരു a ഇട്ടു, പിന്നെ ഒരു സ്പേസ് ഇട്ടു, പിന്നെ d ഇട്ടു, പിന്നെ ഒരു കുത്തിട്ടു, പിന്നെ o ഇട്ടു, പിന്നെ ഞാൻ 2 കുത്തിട്ടു, ഒരു w ഇട്ടു, പിന്നെ ഞാനൊരു ആമ്പസൻഡ് ഇട്ടു. ഓക്കെ, തോന്നിയതെല്ലാം ഞാൻ ഇട്ടു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിനെ കോളൻ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ ഒരു കോമ ഉണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ നോക്കൂ 2 കുത്തുണ്ട്, ഈ 2 കുത്തിനെയും 2 കോളൻ വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെ ഒരു ആമ്പർസെൻ്റ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ട്. സോ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കോമനെ എല്ലാം വൈറ്റ് സ്പേസ് വെച്ച് റീപ്ലേസ് ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും വൈറ്റ് സ്പേസ് വെച്ച് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റിമൂവ് വൈറ്റ് സ്പേസ് ആൻഡ് അതർ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ എ സ്ട്രിങ് ആയിരിക്കും. അതായത് വൈറ്റ് സ്പേസും അതർ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ /w നമുക്ക് ഉപയോഗിക്കാം. /W, അതായത് നോൺ വേർഡ് ക്യാരക്ടേഴ്സ്, അതിനെല്ലാം റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ? Ctrl+C, പിന്നെ ടൈപ്പ് ചെയ്യണ്ടല്ലോ. എന്നിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഈ പാറ്റേൺ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ പോരെ. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇത് ആകെ /w മാത്രം കൊടുത്താൽ മതി, /W. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാ അതർ ക്യാരക്ടേഴ്സും വൈറ്റ് സ്പേസും എല്ലാം റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഇവിടെ കോളൻ വെച്ച് റീപ്ലേസ് ചെയ്യണതിന് പകരം ഒന്നും വെച്ച് റീപ്ലേസ് ചെയ്യാണ്ട് ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളത് റൺ ചെയ്യുമ്പോൾ ഷാഡോ എന്ന് വന്നു. കണ്ടോ, ഇതിൽ അനാവശ്യങ്ങളെല്ലാം കളഞ്ഞു, ഈ ആംബർസെൻറ്റും കളഞ്ഞു. കാരണം വൈറ്റ് സ്പേസും എക്സ്ട്രാ ക്യാരക്ടേഴ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ഷാഡോ മാത്രം വന്നു. ഓക്കെ, സോ അതാണ് ആ പ്രോഗ്രാം. പിന്നെ അവസാനം ഒരു പ്രോഗ്രാമും കൂടെ എഴുതാം. ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ഓൾ വവൽസ് ഫ്രം എ സ്ട്രിങ് ആണ്. ഓക്കെ, റിമൂവ് ഓൾ വവൽസ് എളുപ്പമാണ്. അതായത് നിങ്ങളിവിടെ AIOU എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിന് റിമൂവ് ആണ് ചെയ്യേണ്ടത്. അഗെയിൻ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ റീപ്ലേസ് വിത്ത് നണ്ണ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഒരു വാക്ക് കൊടുക്കാം വലുതായിട്ട്. ഓക്കെ, എന്നൊന്ന് കൊടുക്കാം. നമ്മളിവിടെ ഐ എം ഗോയിങ് ടു യൂറോപ്പ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, യൂറോപ്പ് ഫോർ ഹോളിഡേയ്സ്. ഓക്കെ, ഹോളിഡേയ്സ്. ഇത് റൺ ചെയ്യുമ്പോൾ ഐ എം ഗോയിങ് ടു യൂറോപ്പിലെല്ലാം പോയി, ക്യാപിറ്റൽ ഇ പോയില്ല. കാരണം എന്താണ്? അഗെയിൻ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇവിടെ ക്യാപ്സ് ഇട്ടിട്ട് AIOU എന്ന് കൊടുത്താൽ ആ ഇയും പോവും. അല്ലെങ്കിൽ ഇങ്ങനെ 2 പ്രാവശ്യം AIOU കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ഒരു ആർഗ്യുമെന്റ് കൊടുക്കാം. RE.subന് നമ്മൾ നേരത്തെ ഇഗ്നോർ കേസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ. പക്ഷേ RE.subൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതൊരു ഫ്ലാഗ് ആർഗ്യുമെന്റ് ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ RE.subന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയാൽ അറിയാം. അത് ഞാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാം. ഫ്ലാഗ്സ് ഇസ് ഈക്വൽ ടു RE.I എന്ന് കൊടുക്കുക. ഇഗ്നോർ കേസ് തന്നെ. പക്ഷെ നേരത്തെ കൊടുത്ത പോലെ നമ്മൾ ഫൈൻഡ് ഓളിലും സെർച്ചിലും ഒക്കെ കൊടുക്കുന്ന പോലെ RE.ignore കേസ് ഡയറക്റ്റ് ആയിട്ടല്ല കൊടുക്കുക. ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട്, ഇത് 5ാമത്തെ ആർഗ്യുമെന്റ് ആയിട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്. അപ്പോഴും ആ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പോവും. ഓക്കെ, സോ ഇത്രയാണ് റിജക്സ്. ഇത്രയല്ല റിജക്സ്, ഇനിയും ഒരുപാടുണ്ട്. റിജക്സിൽ ഗ്രൂപ്പിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഒരു ബേസിക് ഐഡിയ അബൌട്ട് റെഗുലർ എക്സ്പ്രഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സമയമുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിങ്ങിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.